നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്തെ കുടിവെള്ള പ്രതിസന്ധി. മീറ്റ്ന തടയണയിലേക്ക് ഗായത്രി പുഴയിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള നടപടി തുടങ്ങി. മന്ത്രി കെ രാധാകൃഷ്ണനുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമായെന്ന് നഗരസഭാ അധികൃതർ. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പ്. പിഴയടയ്ക്കാൻ ക്ലിക്ക് ചെയ്ത ഒറ്റപ്പാലം സ്വദേശിക്ക് 2.13 ലക്ഷം രൂപ നഷ്ടമായി. പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അവഗണനയുടെ തീച്ചൂടിൽ വെള്ളിനേഴി പഞ്ചായത്തിലെ തെക്കേ പള്ളിയാലിൽ ലക്ഷം വീട് കോളനിക്കാർ. വേനൽ കടുത്തതോടെ കുടിവെള്ളമില്ലാതെ കുടുംബങ്ങൾ വലയുന്നു. പട്ടികവർഗ വിഭാഗക്കാരായിട്ടും അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലെന്ന് കോളനിക്കാർ. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ രക്തക്ഷാമം. ചൂട് കൂടിയതോടെ രക്തദാന ക്യാമ്പുകൾ കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. രക്തം ദാനം ചെയ്യാൻ രാത്രി 8 മണിവരെ ബ്ലഡ് ബാങ്കിൽ സൗകര്യമൊരുക്കി. വിശദമായ വാർത്തകളിലേക്ക്. വറ്റിക്കൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയിലെ ഒറ്റപ്പാലം മീറ്റ്ന തടയണയിലേക്ക് ഗായത്രി പുഴയിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള നടപടി തുടങ്ങി. ജലവിതരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിനിടെ നഗരസഭാധികൃതർ മന്ത്രി കെ രാധാകൃഷ്ണനുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഗായത്രി പുഴയിൽ കൊണ്ടാഴി കുത്താമ്പുള്ളി പാലത്തിൻ്റെ പണി നടക്കുന്ന ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന ജലമെത്തിക്കാനാണ് ജല അതോറിറ്റി നടപടി തുടങ്ങിയത്. ഇവിടെ പാലം പണി നടക്കുന്നതിനാൽ പുഴയിൽ അത്യാവശ്യം വെള്ളം കെട്ടിനിൽക്കുന്നുണ്ട്. പാലം പണിക്ക് വേണ്ടി മണ്ണിട്ട് നികത്തിയതിന് സമീപമാണ് വെള്ളം കെട്ടിനിൽക്കുന്നത്. തടയണയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലത്തേക്കുള്ളത്. തടസ്സമായി കിടക്കുന്ന മണ്ണ് മാറ്റി സ്ഥലത്ത് ചാലെടുത്ത് പൈപ്പിട്ട് വെള്ളമെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പ്രവൃത്തി നടക്കുന്ന സ്ഥലം നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. ഗായത്രി പുഴയിലെ വെള്ളമെത്തുന്നതോടെ പമ്പിംഗ് കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷയെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു. വെള്ളം ഇല്ലാതെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് അമ്പലപ്പാറ ചുറ്റിപ്പാലം തദ്ദേശ സ്ഥാപനത്തിൻ്റെ പരിധിയിലുള്ള ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് നമുക്ക് പ്രയാസം അനുഭവപ്പെട്ടതിൻ്റെ ഭാഗമായി 2 ദിവസം മുമ്പ് അവിടെ വന്ന് പരിശോധിച്ചു. ഗായത്രി പുഴയുടെ സൈഡ് കൊണ്ടാഴി കുത്താമ്പുള്ളി പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സൈഡിൽ ഞങ്ങൾ വന്ന് പരിശോധിച്ചപ്പോൾ അവിടെ വെള്ളമുണ്ട്. അതിനായിട്ട് നമ്മൾ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചു. അപ്പോൾ നമുക്കത് വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ മിനിസ്റ്റർ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ വർക്ക് നടന്ന് അവിടുന്ന് ആ ഭാഗത്ത് കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളത്തിന് ഒറ്റപ്പാലത്തേക്ക് വെള്ളം കൊണ്ടുവന്നതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കുത്താമ്പുള്ളി കൊണ്ടാഴി പാലം പണി നടക്കുന്നിടത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു എന്ന വിവരം, അവിടെ ധാരാളം വെള്ളമുണ്ട് എന്ന വിവരം വാട്ടർ അതോറിറ്റി ജീവനക്കാർ അറിയിക്കുകയും അവിടെ സന്ദർശിക്കുകയും ചെയ്യുകയുണ്ടായി. തുടർന്ന് ഈ വെള്ളം അവിടേക്ക് തുറന്നുവിടാൻ മന്ത്രി രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഉൾപ്പെടെ ഇടപെടുകയും ഇത് തുറന്നു തരാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തു. ഈ പാലം പണിയുന്ന കോൺട്രാക്ടർ ഉൾപ്പെടെ കരാറുകാർ ഉൾപ്പെടെയുള്ള സഹായത്തോടു കൂടി ഇന്നിപ്പോൾ ഈ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ്. ഈ പൈപ്പിടൽ സ്ഥാപിച്ച് ഈ കണക്ഷൻ ഇവിടെ നിന്നുള്ള വെള്ളം അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 1 കിലോമീറ്ററിനകത്താണ് നമ്മുടെ തടയണയുള്ളത്. അവിടേക്ക് വെള്ളം എത്തുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അങ്ങനെ വന്നാൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് കിട്ടുകയും വെള്ളം പമ്പിംഗ് സുഗമമായി നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം തടയണയിൽ അത്യാവശ്യത്തിന് വെള്ളം എത്തിയാൽ മാത്രമേ ചാലെടുത്ത് പമ്പ് ഹൗസിന് സമീപത്തേക്ക് എത്തിക്കാൻ കഴിയൂ എന്ന പ്രശ്നം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഗായത്രി പുഴയിൽ നിന്നുള്ള വെള്ളം എത്തിയാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് ജല അതോറിറ്റി പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഒരു മോട്ടോർ ഉപയോഗിച്ചാണ് പമ്പിംഗ് നടക്കുന്നത്. അതുകൊണ്ട് വെള്ളവിതരണം മേഖല തിരിച്ചാക്കി മാറ്റിയിട്ടുണ്ട്. ശനിയാഴ്ചയും ഞായറാഴ്ചയും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിലേക്ക് വെള്ളം വിതരണം ചെയ്യും. തിങ്കളാഴ്ച മുതൽ ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ മേഖലകളിലേക്കും വിതരണം ചെയ്യാനാണ് ജല അതോറിറ്റി പദ്ധതിയിട്ടിട്ടുള്ളത്. ഒറ്റപ്പാലം കഴിയുന്നതിന് പിന്നാലെ വീണ്ടും അമ്പലപ്പാറയിലേക്ക് വെള്ളം നൽകും. ഒറ്റപ്പാലം നഗരസഭയുടെയും അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെയും സമഗ്ര ശുദ്ധജല പദ്ധതികളുടെ സ്രോതസ്സായ മീറ്റ്നയിലെ തടയണയിൽ നിന്ന് നേരത്തെ 19.5 MLD വെള്ളമാണ് പ്രതിദിനം വിതരണം ചെയ്തിരുന്നത്. ജല ദൗർലഭ്യം മൂലം ഇതിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പ്. പിഴയടക്കാൻ ക്ലിക്ക് ചെയ്ത ഒറ്റപ്പാലം സ്വദേശിക്ക് 2.13 ലക്ഷം രൂപ നഷ്ടമായി. ട്രാഫിക് നിയമലംഘനം നടത്തിയെന്ന പേരിലാണ് ഒറ്റപ്പാലം 19 മൈൽ പുത്തൂർ വളപ്പിൽ മണിദാസന് വാട്സാപ്പിൽ മെസ്സേജ് വന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിൽ നിന്നാണ് മെസ്സേജ് എത്തിയത്.
മണിദാസിൻ്റെ കർണാടകയിലെ ടാക്സി സർവീസ് നടത്തുന്ന കാറിൻ്റെ ഗതാഗത നിയമലംഘനത്തിൻ്റെ പിഴയടക്കാനുള്ള ചലാൻ എന്ന രീതിയിലായിരുന്നു സന്ദേശം. എന്നാൽ സംഗതി വ്യാജമായിരുന്നു. ക്ലിക്ക് ചെയ്തതോടെ 2.13 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടത്. പരിവാഹൻ സൈറ്റിൻ്റെ വ്യാജ ലോഗോയും പേരും വെച്ചുള്ള വ്യാജ സന്ദേശത്തിലാണ് മണിദാസിന് വിവിധ ഘട്ടങ്ങളിലായി പണം നഷ്ടപ്പെട്ടത്. വാഹനത്തിൻ്റെ കൃത്യമായ നമ്പറും ചലാൻ നമ്പറും കാണിച്ച് ഗതാഗത നിയമലംഘനം നടത്തി എന്നായിരുന്നു സന്ദേശം. ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ വെബ്സൈറ്റിൻ്റെ ലിങ്കും ആപ്പിൻ്റെ ലിങ്കും അയച്ചതിൽ ഉണ്ടായിരുന്നു. വെബ്സൈറ്റിൽ കയറിയതോടെ സ്ക്രീൻ ഒന്ന് മിന്നിത്തെളിഞ്ഞു. രാത്രിയിൽ പരിശോധിക്കുമ്പോഴാണ് OTP ഉൾപ്പെട്ട സന്ദേശങ്ങൾ കണ്ടത്. പരിശോധിച്ചപ്പോഴേക്കും 3 ബാങ്കുകളിൽ നിന്നായി പല ഘട്ടങ്ങളിലായി 2.13 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. ഫോൺ ഹാക്ക് ചെയ്ത് യാത്രകൾക്കുള്ള ആപ്പും ഇ-കൊമേഴ്സ് ആപ്പിലെയും അക്കൗണ്ട് വിവരങ്ങളെടുത്താണ് പണം തട്ടിയതെന്നാണ് സംശയം. കൂടുതലും യാത്രകൾക്കായുള്ള ആപ്പ് മുഖാന്തരമാണ് പണം നഷ്ടമായത്. ഒരു തവണ പോലും വന്ന OTP ആർക്കും ഷെയർ ചെയ്തിരുന്നില്ല. ഇന്ത്യൻ നമ്പറിൽ നിന്ന് തന്നെയാണ് സന്ദേശം വന്നിരുന്നത്. പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം പോലീസ് അന്വേഷണം തുടങ്ങി. അവഗണനയുടെ തീച്ചൂടിൽ വെള്ളിനേഴി പഞ്ചായത്ത് 4-ാം വാർഡ് തെക്കേപ്പള്ളിയാലിൽ ലക്ഷം വീട് കോളനിയിലെ കുടുംബങ്ങൾ. വേനൽ കടുത്തതോടെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് കോളനിക്കാർ നേരിടുന്നത്. പട്ടികവർഗ വിഭാഗക്കാരായ ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്നതായും ആക്ഷേപമുണ്ട്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് കോളനി സന്ദർശിച്ച മണ്ണാർക്കാട് SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാർ ആവശ്യപ്പെട്ടു. വെള്ളിനേഴി പഞ്ചായത്ത് 4-ാം വാർഡ് തെക്കേപ്പള്ളിയാലിൽ ലക്ഷം വീട് കോളനിയിലെ മലയപ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട ST കുടുംബങ്ങളാണ് കാലങ്ങളായി അവഗണനയുടെ ദുരിതം പേറി കഴിയുന്നത്. 50 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിലെ അച്ചൻകോവിൽ നിന്ന് കുടിയേറി പാർത്തവരുടെ പിൻതലമുറക്കാരാണ് കോളനിയിൽ താമസിക്കുന്നത്. 8 ഇരട്ട വീടുകളിലായി 16 കുടുംബങ്ങളാണ് ഇവിടെ താമസം. കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമെല്ലാമായി 50-ലധികം പേർ ഉണ്ട്. ഇതിൽ ചില കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചിട്ടില്ല. ST വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടും അർഹമായ പല ആനുകൂല്യങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെടുന്നതായും പറയുന്നു. വേനൽ കനത്തതോടെ ഇത്തവണ കുടിവെള്ളത്തിനും നെട്ടോട്ടമോടുകയാണ് ഈ കുടുംബങ്ങൾ. എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും 15 ദിവസം കൂടുമ്പോൾ മാത്രമാണ് ഇവർക്ക് വെള്ളം ലഭിക്കുന്നത്. കോളനിയിലുള്ള പഞ്ചായത്ത് കിണറിൽ നിന്നും ഒരു കുടം ഒരു കുടുംബത്തിന് എന്ന രീതിയിലാണ് ഇപ്പോൾ വെള്ളം എടുക്കാൻ കഴിയുന്നത്. കാഞ്ഞിരപ്പുഴ കനാലിൽ വെള്ളം ഇല്ലാത്തതാണ് പഞ്ചായത്ത് കിണറിൽ വെള്ളം വറ്റാൻ കാരണമായത്. കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ജപ്പാൻ കുടിവെള്ളമാണ്. പൈപ്പിൽ വരുന്നത് 14 ദിവസം 15 ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരിക. അത് നേരെ ചൊവ്വ വരലില്ല. ഒരാഴ്ച വന്നാൽ പിറ്റത്തെ ആഴ്ച വെള്ളം എന്തായാലും വരില്ല. 15 ദിവസം 16 ദിവസം കൂടുന്നത്. അതൊരു എല്ലാ സാറുമാർക്കും ഫോൺ വിളിച്ചാൽ മാത്രമേ ഒരു രാത്രി ഒരു പകരം എപ്പോഴെങ്കിലും വരൂ. ഇതാണ് ഈ കിണർ എന്നുള്ള അവസ്ഥ. ഈ കിണറ്റിൽ വേണം ഒരു കുടം വെള്ളം എല്ലാവർക്കും കുടിക്കാൻ എടുക്കാനുള്ള വെള്ളം. കൂടാതെ കോളനിയിലെ വീടുകളുടെ അവസ്ഥയും ശോചനീയമാണ്. ചുവരുകളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന നിലയിലുമാണ് മിക്ക വീടുകളും. ഈ വീട്ടിലാണ് ഞങ്ങൾ താമസം. ഈ വേനൽക്കാലത്തിന് കുഴപ്പമില്ല. ഈ മഴയിൽ ഈ വീടൊക്കെ വിழுന്ന് പൊളിഞ്ഞ് ഇട്ടുണ്ട്. ഈ 2 കുട്ടികൾ 4 ആൾ വയസ്സായ അമ്മയൊക്കെ ഉണ്ട്. വീട് ഈ മഴയിൽ പോകും. വീടൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇവരുടെ ദുരിതമറിഞ്ഞാണ് മണ്ണാർക്കാട് DYSP ഓഫീസ് SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാർ കോളനി സന്ദർശിച്ചത്. കോളനിക്കാരുടെ വിഷയങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു. ഇവരെ മനുഷ്യരായി കാണാൻ ഉദ്യോഗസ്ഥ വൃന്ദം തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഈ ലക്ഷംവീട് കോളനിയിൽ 1978 മുൻപ് ഇവിടെ അച്ചൻകോവിൽ എന്ന സ്ഥലത്ത് കുടിയേറി പാർത്ത ആളുകളാണ്. ആ തലമുറയുള്ള 2 പേരാണ് അപ്പോൾ എൻ്റെ ഇടതുവശവും വലതുവശമുള്ളത്. ഒന്ന് അയ്യപ്പേട്ടനും മാർത്തിയമ്മാളും. ഇവർ 2 പേരും ഇപ്പോൾ ഇവിടെ. ഈ 2 പേരുള്ള മറ്റുള്ളവരെ കൊണ്ട് കല്യാണം കഴിച്ച് കൊടുക്കുന്നതും ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളാണ്. കല്യാണം കഴിച്ച് കൊടുത്താൽ അങ്ങ് ദൂരെ നിന്നല്ല, ശ്രീകൃഷ്ണൻ പഞ്ചായത്ത് 4 സെന്റ് കോളനിയിൽ നിന്നാണ് കൊടുക്കുന്നത്. അവിടെയും മലയപ്പണ്ടാരം എന്ന് പറഞ്ഞ സമുദായമുള്ളത്. എന്നാൽ ഈ സമുദായക്കാരെ ഇന്ന് മനുഷ്യരായിട്ട് ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്താ കാരണം വെച്ചാൽ ഇവർക്ക് ഏത് ജാതിയാണെന്ന് വെച്ചാൽ അറിയില്ല. ഞാൻ എല്ലാ കുട്ടികളും സ്കൂൾ സർട്ടിഫിക്കറ്റിലും മലയപ്പണ്ടാരത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പോലും താലൂക്കിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. ഇവർക്ക് STD SCD കിട്ടേണ്ട OEC ആനുകൂല്യം പോലും ലഭിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവർ കുടിവെള്ളം എന്ന് പറഞ്ഞ സാധനമില്ല. ഈ ഒരു വഴി കണ്ടില്ല, അവിടെ വഴിയിൽ നിന്ന് വരുന്ന റോഡിലെ വെള്ളം മുഴുവൻ വന്ന് ഇവിടെ ആ ഒരു പഞ്ചായത്ത് കാണാൻ അതിൻ്റെ മറത്ത് വന്ന് കൂടിക്കഴിഞ്ഞാൽ അതിലെ വെള്ളം മുതൽ മലിനമാവാണ്. വർഷക്കാലത്തും വേനൽക്കാലത്തും ഇവർക്ക് വെള്ളം കൊണ്ടുവരണം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വെള്ളം കൊടുക്കണം. വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുപ്പശ്ശേരി വാട്ടർ അതോറിറ്റിക്കാർ അത് തീരെ ചെവിക്കൊള്ളുന്നില്ല. കാരണം 15 ദിവസം കഴിഞ്ഞാലും വെള്ളം കൊടുക്കുന്നില്ല. ഞങ്ങളിതുപോലെ SBI ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് ഞങ്ങൾ പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടാലേ കാര്യം നടക്കുള്ളൂ. ST മോണിറ്ററിംഗ് കമ്മിറ്റി മെമ്പർമാരായ രാജൻ ആമ്പാടത്ത്, കരിമ്പറ്റ ഷൺമുഖൻ, ശിവൻ മണ്ണാർക്കാട്, മാധവൻ തിരുവിഴാംകുന്ന്, രാധാകൃഷ്ണൻ, ST/ST സൗഹൃദവേദി മെമ്പർ അയ്യപ്പൻകുട്ടി പൊതി, സ്റ്റേഷൻ മോണിറ്ററിംഗ് അംഗങ്ങളായ രാമൻ മാങ്ങോട്, രാമകൃഷ്ണൻ വെള്ളിനേഴി,
ലീല തുടങ്ങിയവരാണ് കോളനി സന്ദർശിച്ചത്. വിഷയത്തിൽ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ പറഞ്ഞു. മണ്ണാർക്കാട് തണ്ണിമത്തൻ കഴിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം. അരിയൂർ കണ്ടമംഗലത്ത് ഒരു കുടുംബത്തിലെ 5 പേർ ചികിത്സ തേടി. വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം. കണ്ടമംഗലം സ്വദേശികളായ ഹത്തിക, സെലീന, മുബഷിറ, ഷംനമോൾ, സുലൈഖ എന്നിവരാണ് വയറിളക്കവും ഛർദിയെയും തുടർന്ന് താലൂക്ക് ആശുപത്രിയിലെത്തിയത്. അരിയൂരിലെ കടയിൽ നിന്ന് വാങ്ങിച്ച തണ്ണിമത്തൻ കഴിച്ചതു മുതലാണ് അസ്വസ്ഥതകൾ ആരംഭിച്ചത്. രാത്രി 11 മണിയോടെ ആശുപത്രി വിട്ടു. ഫുഡ് പോയ്സൺ ആണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ രക്തക്ഷാമം. അടിയന്തരമായ ചികിത്സ വേണ്ട രോഗികൾക്ക് രക്തക്ഷാമം കാരണം ചിലപ്പോൾ രക്തം കിട്ടാത്ത അവസ്ഥയാണ്. കടുത്ത വേനലും കൊടും ചൂടുമായതിനാൽ രക്തദാന ക്യാമ്പുകൾ കുറഞ്ഞതാണ് രക്തക്ഷാമം നേരിടുന്നതിന് കാരണമായത്. മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ രോഗികൾക്ക് രക്തത്തിന് ആശ്രയിക്കുന്ന ബ്ലഡ് ബാങ്കാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക്. വേനൽ കടുത്തതും കൊടും ചൂടും കാരണം രക്തദാന ക്യാമ്പുകൾ കുറഞ്ഞു. ആവശ്യത്തിന് ശേഖരിക്കാൻ രക്തം ലഭിക്കാതെയായി. ഇതേ തുടർന്നാണ് ഇപ്പോൾ രക്തക്ഷാമം നേരിടുന്നത്. ജില്ലാ ആശുപത്രിയിലെ പല കേസുകൾക്കും രക്തം കിട്ടാത്ത അവസ്ഥയാണ്. മറ്റ് ആശുപത്രികളിൽ നിന്നും രക്തം ആവശ്യപ്പെട്ടു വന്നാൽ നൽകാനാവുന്നില്ല. തുടർച്ചയായി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലഡ് ബാങ്കിനുള്ള പുരസ്കാരം നേടിയ ബ്ലഡ് ബാങ്കാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേത്. രക്തദാന കൂട്ടായ്മകളും രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളുമെല്ലാം സംഘടിപ്പിച്ചു വരുന്ന ക്യാമ്പുകൾ കുറഞ്ഞതാണ് ക്ഷാമം നേരിടുന്നതിന് പ്രധാന കാരണമായത്. രക്തക്ഷാമം പരിഹരിക്കുന്നതിന് കൂടുതൽ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും രക്തദാന സന്നദ്ധരായി കൂടുതൽ പേർ മുന്നോട്ട് വരികയും വേണം. പകൽ സമയത്തെ ചൂട് കണക്കിലെടുത്ത് രാത്രി 8 മണിവരെ രക്തദാനം ചെയ്യുന്നതിന് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വംശീയതയും ജാതിയും മതവും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വീണ്ടും അധികാരത്തിലേറാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഫാസിസ്റ്റ് രാഷ്ട്രീയമാണ് BJP പിന്തുടരുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മാധവൻ അനുസ്മരണത്തോടനുബന്ധിച്ച് CPI ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമ്പുഴയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്കിടയിൽ വംശീയ ഭേദം വളർത്തിയെടുത്ത് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് ആ തമ്മിൽ തല്ലിച്ച് ഒരു ഭാഗത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് മറുഭാഗത്തെ അടിച്ചൊതുക്കി വോട്ട് അധികാരം നേടാൻ വേണ്ടിയുള്ള ഏറ്റവും നെറികെട്ട വലതുപക്ഷ പിന്തുണയ്പ്പൻ രാഷ്ട്രീയത്തിൻ്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ മാർഗത്തിലൂടെയാണ് BJP മണിപ്പൂരിനെ കലാപത്തിൻ്റെ ഭൂമിയാക്കി മാറ്റിയതെന്ന് നാം ഓർക്കണം. മണിപ്പൂരിൽ പണ്ടുകാലം മുതലേ പൂർണ്ണമായി വന്ന ഒരാളായിരുന്നു ഞാൻ. വിദ്യാർത്ഥി കാലം മുതൽ മണിപ്പൂർ പ്രകൃതിരമണീയമാണ്. മണിപ്പൂരികൾ ശാന്തശീലരാണ്, സ്നേഹമുള്ളവരാണ്. കരിമ്പുഴയിലെ മിച്ചഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിനായി വേണ്ട നടപടികളെടുക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി VP ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, CPI സംസ്ഥാന കമ്മിറ്റി അംഗം OK സേതലവി, LC സെക്രട്ടറി കണ്ടയിൽ നാരായണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശിവദാസ്, K നാരായണൻ, ജ്യോതിവാസൻ, AISF സംസ്ഥാന സെക്രട്ടറി കബീർ മണ്ണാർക്കാട്, ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചരമവാർഷികത്തിനോടനുബന്ധിച്ച് ഷെഡുംകുന്നിലെ വസതിയിൽ രാവിലെ മാധവൻ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ബേബി ഉദ്ഘാടനം ചെയ്തു. K വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. PA തങ്ങൾ, P അരവിന്ദാക്ഷൻ, ഹരിഗോവിന്ദൻ, P രാജേഷ്, കഥാകൃത്ത് ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. സന്നദ്ധ സേവന സംഘടനയായ ട്രോമ കെയറിൻ്റെ പാലക്കാട് ജില്ലാ ഓഫീസ് ഉദ്ഘാടനവും 5ാം വാർഷികവും കുടുംബസംഗമവും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ പ്രവർത്തനങ്ങളിൽ ജില്ലയിലുടനീളം വിവിധ സ്റ്റേഷൻ യൂണിറ്റുകൾക്ക് കീഴിൽ ഒട്ടനവധി സാമൂഹിക സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകുന്ന ട്രോമ കെയർ രൂപീകരണത്തിൻ്റെ 5ാമത് വാർഷികാഘോഷത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് സ്വന്തമായി ഒരു ജില്ലാ ഓഫീസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ തെക്കേടത്ത് പ്രഭാകരൻ്റെ കുടുംബം നൽകിയ സ്ഥലത്താണ് ജില്ലാ ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാകും.
ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ വെച്ച് വാർഷികാഘോഷവും കുടുംബസംഗമവും നടക്കും. MLA-മാരായ കെ പ്രേംകുമാർ, മുഹമ്മദ് മൂസിൻ, നജീബ് കാന്തപുരം, N ഷംസുദ്ദീൻ, PP സുമോദ്, KTDC ചെയർമാൻ PK ശശി, മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, സാംസ്കാരിക സാമൂഹിക മേഖലയിലെ പ്രമുഖർ, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, RTO, പോലീസ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ട്രോമ കെയർ പാലക്കാട് ജില്ല എന്ന സന്നദ്ധ സംഘടന പാലക്കാട് ജില്ലയിൽ ഒരു 5 വർഷത്തോളമായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് പ്രധാനപ്പെട്ട പ്രവർത്തനം എന്നുള്ളത് ഉദ്ദേശ ലക്ഷ്യമെന്നുള്ളത് വിവിധ അത്യാഹിതങ്ങളിൽ അപകടത്തിൽപ്പെടുന്ന ആൾക്കാരെ യാതൊരു ലാഭേച്ഛയുമില്ലാതെ തികച്ചും സേവനപരമായി സന്നദ്ധ പ്രവർത്തനത്തിലൂടെ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം. സംഘടന 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സംഘടനയുടെ 5ാം വാർഷികാഘോഷവും ജില്ലയിലുടനീളമുള്ള വിവിധ സ്റ്റേഷൻ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന ട്രോമ കെയർ പ്രവർത്തകരെല്ലാവരും തന്നെ നാളെ കരിമ്പുഴയിൽ എത്തിക്കൊണ്ട് അതുകൊണ്ട് കുടുംബ സംഗമവും നാളെ നമ്മൾ നടത്തുന്നുണ്ട്. ഈ ജില്ലാ ഓഫീസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ജില്ലാ ഓഫീസ് എന്ന നിലയിലേക്കുള്ള മാറ്റം അതിൻ്റെ ഒരു ഉദ്ഘാടന യോഗവും നാളെ നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർകളാണ് നാളെ നമ്മുടെ ഈ ഒരു കുടുംബ സംഗമവും 5ാം വാർഷികാഘോഷവും ഈ ജില്ലാ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് നാളെ നമ്മുടെ ഈ ഒരു ഉദ്ഘാടന യോഗം നിശ്ചയിച്ചിട്ടുള്ളത്. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ നിയമസഭാ സാമാജികർ ഉൾപ്പെടെ ഒട്ടനവധി ഗവൺമെൻറ് അധികൃതർ, വിവിധ റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് ഉൾപ്പെടെ വിവിധ വകുപ്പ് അധികൃതരെല്ലാം തന്നെ RTO ഉൾപ്പെടെ എല്ലാവരും നാളെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവിധ രീതിയിലുമുള്ള ഒഫീഷ്യൽ തലത്തിൽപ്പെട്ട എല്ലാവരും നാളെ പങ്കെടുക്കുന്ന ഒരു യോഗം എന്നുള്ള രീതിയിൽ ഈ ജില്ലാ ഓഫീസിൻ്റെ ഉദ്ഘാടന യോഗം വളരെ നല്ല രീതിയിൽ നടത്തുവാനാണ് പാലക്കാട് ജില്ലാ ട്രോമ കെയർ തീരുമാനിച്ചിട്ടുള്ളത്. ഉദ്ഘാടന യോഗത്തിനു ശേഷം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ട്രോമ കെയർ പ്രവർത്തകരുടെ കുടുംബസംഗമവും കലാപരിപാടികളും ഉണ്ടായിരിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റിന്റെ നവീകരിച്ച വ്യാപാര ഭവൻ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെയും യൂണിയന്റെയും ആസ്ഥാനമാണ് വ്യാപാര ഭവനെന്ന് ബാബു കോട്ടയിൽ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഹാൾ ജില്ലാ സെക്രട്ടറി ഹമീദ് ചെർപ്പശ്ശേരിയും ഡൈനിംഗ് ഹാൾ യൂണിറ്റ് രക്ഷാധികാരി KV ഷംസുദ്ദീനും ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി സംഘടനയേക്കാൾ അംഗങ്ങളും ആസ്തികളുമുള്ള സംഘടനകൾ ഉണ്ടെങ്കിലും പലതിനും ആസ്ഥാന മന്ദിരം ഇല്ലെന്ന് ബാബു കോട്ടയിൽ പറഞ്ഞു. മണ്ണാർക്കാട് യൂണിറ്റ് ഭാരവാഹികൾ വ്യാപാരികളോടും സംഘടനയോടും കാണിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ തെളിവാണ് ഈ കെട്ടിടമെന്നും അദ്ദേഹം പറഞ്ഞു. മുഴുവൻ അംഗങ്ങളും എന്നും അഭിമാനത്തോടുകൂടി തലവേദന നിൽക്കാൻ കഴിയുന്ന ഒരു മികച്ച കെട്ടിടം അത് നവീകരിച്ച് പണികഴിപ്പിക്കുമ്പോൾ ഓരോ കാലത്തെയും യൂണിറ്റ് കമ്മിറ്റികൾ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെലവഴിക്കുന്നത്. നമ്മുടെ ഈ ആസ്ഥാനം എന്ന് പറയുന്നത് വ്യാപാരികളുടെയും ഈ യൂണിറ്റിന്റെയും എന്നും തലനിൽക്കി നിൽക്കുന്ന അഭിമാനം തന്നെയാണ്. യൂണിറ്റ് പ്രസിഡന്റ് ബാസിത്ത് മുസ്ലിം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രമേശ് പൂർണിമ, വാർഡ് കൗൺസിലർമാരായ CP പുഷ്പാനന്ദ്, K വത്സലകുമാരി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ PU ജോൺസൺ, NR സുരേഷ്, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷെമീർ യൂണിയൻ, വനിതാ വിംഗ് പ്രസിഡന്റ് സന്ധ്യ എന്നിവർ പ്രസംഗിച്ചു. അലനല്ലൂർ പഞ്ചായത്ത് വിഭജിച്ച് എടത്തനാട്ടുകര പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് ജനകീയ മുന്നേറ്റം നടത്തുന്നതിൽ കൂടിയാലോചനയ്ക്കായി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് വട്ടമണ്ണപ്പുറം ടർഫിൽ യോഗം ചേരുമെന്ന് കൂട്ടായ്മ അംഗങ്ങൾ അറിയിച്ചു. ആവശ്യം മുൻനിർത്തി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടും എടത്തനാട്ടുകരക്കാർക്ക് എന്നോ കിട്ടേണ്ട ഒരു പഞ്ചായത്ത് എന്ന ഒരു ആവശ്യം അത് വർഷങ്ങളായിട്ട് നിലച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അത് സാക്ഷാത്കരിക്കണമെന്നുള്ള ആവശ്യവുമായി നമ്മുടെ ഈ കേരള സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ജനപ്രതിനിധികളെയും മന്ത്രിമാരെയും ഒക്കെ നേരിട്ട് കണ്ടുകൊണ്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒറ്റക്കെട്ടായിക്കൊണ്ട് എടത്തനാട്ടുകരയുടെ ഈ ആവശ്യം നിറവേറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. വിഷയം ഗൗരവമായി അധികാരികളിൽ വീണ്ടും എത്തിച്ചുവരാൻ പോകുന്ന തെരഞ്ഞെടുപ്പോടെ എടത്തനാട്ടുകര ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് കൂട്ടായ്മ അംഗങ്ങൾ.
ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയായ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിതകർമ്മസേനയുടെ വാർഷികവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ പി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 80 അംഗങ്ങളുള്ള പെരിന്തൽമണ്ണ നഗരസഭയുടെ ഹരിതകർമ്മസേന കഴിഞ്ഞ ഒരു വർഷത്തിൽ 1,30,00,000 രൂപയുടെ ക്രയവിക്രയമാണ് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയത്. വാർഡുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നതിന് സ്വന്തമായി വാഹന സൗകര്യമുള്ള ഏക നഗരസഭയാണ് പെരിന്തൽമണ്ണ. സംസ്ഥാനത്തെ മികച്ച ഹരിതകർമ്മസേനയുടെ വാർഷികം ആഘോഷിച്ചു. അലങ്കാർ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷ പരിപാടിയും കുടുംബസംഗമവും നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനികൾ വിരലിലെണ്ണാവുന്നത് മാറ്റി നിർത്തിയാൽ ഒരു ഫേമിൽ, ഒരു സ്ഥലത്ത് ഒരു ഇൻറ്റൻഷനോട് കൂടി, ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ സംരംഭം. 80 പേരാണെന്ന് കുടുംബം വളരെ മാന്യമായ വരുമാനത്തോടു കൂടി പുലർത്തുന്നത് എന്ന കാര്യത്തിൽ അത് ആലോചിക്കുമ്പോൾ ഏറെ സന്തോഷമുള്ള ആളുകളിൽ ഒരാളാണ് ഞാൻ എന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയിൽ ഏതെന്ന് ചോദിച്ചാൽ അതിലേറ്റവും തലപ്പത്ത് നമ്മൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. സ്ഥിരം സമിതി ചെയർമാൻ മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺ അമ്പിളി മനോജ്, കൗൺസിലർ സാറ സലീം, ഹരിതകർമ്മസേന സെക്രട്ടറി ഉഷ, ഹരിതകർമ്മസേന ചുമതലയുള്ള കൗൺസിലർ സന്തോഷ് കുമാർ PS, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത്, നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MK ശ്രീധരൻ, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ CK, ജൂനിയർ ഹെൽത്ത് റിസർച്ചർമാരായ രാജീവൻ, വിനോദ്, ഡീനു മുനീർ, CDS ചെയർപേഴ്സൺ വിജയ VK, വൈസ് ചെയർപേഴ്സൺ സീനത്ത്, ഹരിതകർമ്മസേന ട്രഷറർ സുചിത്ര എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ഇനി വാണിജ്യ വാർത്തകൾ. ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിന് നൂതന ചികിത്സാ രീതികളുമായി റാസി വെൽകെയർ അക്യുപഞ്ചർ ആൻഡ് കോസ്മെറ്റിക്സ് കരിങ്കലത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി സംരംഭം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിനും പരിപാലനത്തിനും നൂതന ചികിത്സാ രീതികൾ ഉപയോഗപ്പെടുത്തി മികച്ച ആരോഗ്യ സേവനങ്ങളുമായാണ് റാസി വെൽകെയർ അക്യുപഞ്ചർ ആൻഡ് കോസ്മെറ്റിക്സ് കരിങ്കലത്താണിയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സമീപം സജിലി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം മാസ്റ്റർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ഉമ്മർ കുരുക്കൽ കോട്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹാഫിൽ മുസ്തഫ സുഹരി അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ PT സഫിയ, പൊന്നേത്ത് ഉമ്മർ, പ്രൊഫസർ നാലകത്ത് ബഷീർ, KT അബ്ദുള്ള, നസറുദ്ദീൻ തുടങ്ങിയവരും മറ്റ് അതിഥികളും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു. വളരെ നേർത്ത സൂചികൾ കൊണ്ട് ശരീരത്തിൽ അനുഭവപ്പെടുന്ന രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ചൈനീസ് ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. ഹെയർ വാഷ്, ചൈനീസ് സ്പാ, പ്ലം ബ്ലൂസം ടാപ്പിംഗ്, ചൈനീസ് ബ്ലഡ് ലെറ്റിംഗ്, താങ്ക്സ് അക്യുപഞ്ചർ, ഫേഷ്യൽ മസാജ്, PNST പ്രിക്ലിംഗ്, സ്റ്റീം ബാത്ത്, TCM അക്യുപഞ്ചർ, ചൈനീസ് കപ്പിംഗ് തെറാപ്പി, ഇലക്ട്രോ അക്യുപഞ്ചർ, ഗ്വാഷ സ്ക്രാപ്പിംഗ്, ഫുഡ് റിഫ്ലക്സോളജി, ഒരിക്കുലർ, കോസ്മെറ്റിക് അക്യുപഞ്ചർ, മോക്സിബ്യൂഷൻ തുടങ്ങിയ ചികിത്സകൾ ഇവിടെ ലഭിക്കും. കൂടാതെ ലോകപ്രശസ്തമായ
ഓസ്റ്റിയോപതി, കെയറോപ്രാക്റ്റിക് ചികിത്സയും വെൽകെയറിൽ ലഭ്യമാണ്. മരുന്നുകളും പാർശ്വഫലങ്ങളും ഇല്ലാതെ പ്രമേഹവും മൈഗ്രെയിനും മറ്റ് വിട്ടുമാറാത്ത രോഗങ്ങളും സുഖപ്പെടുത്തുന്നതാണെന്നും ഉടമകൾ പറഞ്ഞു. തലവേദന, കാൽമുട്ടുവേദന, തോൾവേദന, കഴുത്തുവേദന, നടുവേദന എന്നിവ എത്ര കാലമായതാണെങ്കിലും ഫലപ്രദമായ ചികിത്സ റാസി വെൽകെയർ ഉറപ്പു നൽകുന്നുണ്ട്. എല്ലാവിധ സ്പോർട്സ് പരിക്കുകളും ഇവിടെ ട്രീറ്റ് ചെയ്യുന്നു. എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പ്രവർത്തന സമയം. വൈകിട്ട് 4:30 മുതൽ 7:30 വരെ ഓസ്റ്റിയോപതി, കെയറോപ്രാക്റ്റിക് വിഭാഗവും ഉണ്ടായിരിക്കുന്നതാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഹാപ്പി ഹോം അരക്കുപറമ്പിൻ്റെ 13ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ ബമ്പർ വിജയികൾക്കുള്ള കാർ കൈമാറി. വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ സൈതലവിക്കോയ തങ്ങൾ ഓടോമ്പ്രം വിജയിക്ക് താക്കോൽ കൈമാറി. വർഷമായി അരക്കുപറമ്പ് മാട്രക്കൽ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ഹാപ്പി ഹോമിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മെഗാ സമ്മാന പദ്ധതിയുടെ ബമ്പർ സമ്മാനമായ കാറിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങാണ് വെള്ളിയാഴ്ച നടന്നത്. പെരിന്തൽമണ്ണ മണ്ണാർമല സ്വദേശി നാസർ അമാനത്താണ് ബമ്പർ സമ്മാനമായ അൾട്ടോ K10 കാർ സ്വന്തമാക്കിയത്. സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സൈതലവിക്കോയ തങ്ങൾ ഓടോമ്പ്രം കാറിന്റെ താക്കോൽ കൈമാറി. സന്തോഷമാണ്. ഇത് പിന്നെ നിലവിൽ എല്ലാവരും ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ് പ്രൈസ് എന്നുള്ള സംഗതിയിൽ. അപ്പോൾ ഇതുപോലെ അടുത്ത സംഗതികൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇതിലൊരു സന്തോഷ പ്രൈസൊക്കെ അടച്ച ആളുകൾക്ക് ആ എമൗണ്ടിനുള്ള സാധനം പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഒരിക്കലും പിന്നെ കാശ് നഷ്ടപ്പെടുന്നില്ല. മറ്റു സംഗതികളെ പോലെ കാശ് നഷ്ടപ്പെടുന്നില്ല. അടച്ചവരെ പൈസക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാസാടവുകളിലൂടെ 8 മാസം കൊണ്ട് 8000 രൂപ അടച്ചു തീർക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത്. ബമ്പർ സമ്മാനത്തിന് പുറമെ ഓരോ മാസവും തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് ഗോൾഡ് കോയിൻ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങളും സമ്മാനമായി നൽകിയിരുന്നു. ഇവിടെ ഒരു 13 വർഷമായിട്ട് എല്ലാവർക്കും ഒരുപോലെ പരിഗണന കൊടുത്ത് എന്ത് സാധനം വേണമെങ്കിലും കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക, ഉള്ളതിനനുസരിച്ച് കൊടുത്തു കൊടുക്കുക. പിന്നെ കുറി അതുപോലെയുള്ള ഇതെന്ന് വെച്ചാൽ അതിൽ മാസം അടച്ചു കൊടുത്ത് കൊണ്ടുപോകുന്നൊരു സംരംഭമാണ്. തിരക്കില്ല, എല്ലാവർക്കും ഒരുപോലെ പരിഗണനയും എല്ലാ സാധനവും ഉണ്ട്. ഹാപ്പി ഹോം ഒരു വിശ്വസ സ്ഥാപനം. സ്ഥാപനക്കായും നല്ല കമ്പനി സാധനങ്ങളാണ്. നമ്മൾ കൂടി ചെല്ലുമ്പോൾ 6 വർഷമായി. കാരണം കൃത്യസമയത്ത് സാധനം കൊടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ല, വാടക തന്നെ കമ്പനി സാധനങ്ങളാണ്. നമുക്ക് വിശ്വസ്തമായി സാധനങ്ങൾ കൊണ്ടുപോകാം. ഞാനൊക്കെ ഒരു കുറഞ്ഞ നടക്കി തന്നെ സാധനങ്ങൾ കൊണ്ടുപോകാം. എല്ലാ സാധനങ്ങളും വാങ്ങാറൊക്കെ ഉണ്ടല്ലേ? ആ, സാധനങ്ങൾ നല്ല കമ്പനി എങ്ങനെയാണ്? ഇല്ല, അത് അതിനൊക്കെ കുറച്ച് കമ്മിയാണ്. ഞാൻ എൻ്റെ വീട് പണിക്കൊക്കെ മൊത്തം സാധനങ്ങൾ കൊണ്ട് എടുക്കുന്നത്. ഞാനൊന്നല്ല, നമ്മൾ ഇവിടെ ഉണ്ടായാലും നമ്മൾ ആൾക്കാരെ ഏൽപ്പിച്ചത് ഒരു നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. നല്ല ക്വാളിറ്റി സാധനങ്ങൾ. വലിയൊരു സന്തോഷകരമായ ഒരു സ്ഥാപനമാണ്.
13ാമത്തെ നമ്പറല്ലേ, 13 പേർക്കിലും എല്ലാവരും വലിയ തൃപ്തികരമായിട്ടാണ് ആഘോഷിക്കുന്നത്. ആകർഷകമായ സമ്മാനങ്ങളുമായി പുതിയ സമ്മാന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് ഹാപ്പി ഹോം ഉടമ ബഷീർ അറിയിച്ചു. നമ്മുടെ സ്ഥാപനം 13ാമത്തെ വർഷമാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. 13 വർഷമായി നമ്മുടെ സ്ഥാപനം ഹാപ്പി ഹോം എന്ന സ്ഥാപനം തുടങ്ങിയിട്ട്. അതിൽ പലവിധ സഹകരണങ്ങളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ 13ാമത്തെ വാർഷികമായതുകൊണ്ട് നമ്മളൊരു സമ്മാന പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. സമ്മാന പദ്ധതിയിൽ നമ്മൾ പറഞ്ഞിരുന്നത് 8 മാസത്തെ ഒരു കാലാവധിയായിരുന്നു. 8 മാസ കാലാവധിയിൽ നമുക്ക് ഫസ്റ്റിൽ കിട്ടുന്നവർക്ക് അവരുടെ കോയിൻസായിരുന്നു, സ്വർണ്ണ കോയിൻസായിരുന്നു. 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെ മാസം കിട്ടിയവർക്ക് 8000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറായിരുന്നു. 5ാമത്തെ മാസം ഒരു LED TV, 6ാമത്തെ മാസം ഒരു വാഷിംഗ് മെഷീനും, 7ാമത്തെ ഒരു ഫ്രിഡ്ജ്, 8ാമത്തെ മാസം കിട്ടുന്ന ഒരു വ്യക്തിക്ക് കാറ് എന്നായിരുന്നു, കെട്ടന് കാറ് എന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. അത് നറുക്കെടുപ്പ് വന്നത് ഈ കഴിഞ്ഞ മാസം 21ാം തീയതി ഞായറാഴ്ചയായിരുന്നു. ആ 21ാം തീയതി നറുക്ക് കിട്ടിയത് നമ്മൾ നാസർ കമാനം പട്ടിക്കാട് കമാനത്ത് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് കിട്ടിയത്. അദ്ദേഹത്തിനുള്ള സമ്മാനം കൈമാറുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ ഇതുവരെ നമ്മളുമായി സഹകരിച്ച എല്ലാവരോടും ഇതിനോടൊപ്പം നന്ദി അറിയിക്കുന്നതോടുകൂടെ നമ്മൾ ഇനിയും അടുത്തൊരു സമ്മാന പദ്ധതി നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കണം എന്നുള്ള ആലോചനയിലാണ്. അത് വഴികാതെ തന്നെ ഉണ്ടാവും. അടുത്ത മാസം അല്ലെങ്കിൽ അപ്പുറത്തെ മാസം ചെയ്യണമെന്നാണ് കരുതിയിരിക്കുന്നത്. അതും ഇതുപോലത്തെ ഒരു വാഹനം തന്നെയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ ഒരു വാഹനം കൂടിയും കൊടുക്കും. അത് എസ്കോ എന്ന് പറഞ്ഞ കാറാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ആ സമ്മാനം അതൊരു 10 മാസത്തെ ഒരു പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത്. അടുത്ത മാസം ഓഗസ്റ്റ്, അതായത് ഏപ്രിലായിരിക്കും അതിൻ്റെ ഒരു ലോഞ്ചിങ് വരിക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അതിൻ്റെ പ്ലാനിങ്ങിലാണ്. അടുത്ത മാസം സ്റ്റാർട്ടിങ് ഉണ്ട്. അടുത്ത മാസം ഒരു മാസം 1000 രൂപയാണ് അതിൽ അടവ് വരിക. 10 മാസം കൊണ്ട് കാലം കൂടും. 10 മാസത്തിൽ എപ്പോൾ കിട്ടിയാലും അവർക്ക് അതിനായ ഗിഫ്റ്റുകൾ ഉണ്ടാവും. അത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്തെ കുടിവെള്ള പ്രതിസന്ധി മീറ്റ്ന തടയണയിലേക്ക് ഗായത്രി പുഴയിൽ നിന്ന് വെള്ളമെത്തിക്കാനുള്ള നടപടി തുടങ്ങി. മന്ത്രി കെ രാധാകൃഷ്ണനുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമായെന്ന് നഗരസഭാ അധികൃതർ. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിന്റെ പേരിലും ഓൺലൈൻ തട്ടിപ്പ്. പിഴയടയ്ക്കാൻ ക്ലിക്ക് ചെയ്ത ഒറ്റപ്പാലം സ്വദേശിക്ക് 2.13 ലക്ഷം രൂപ നഷ്ടമായി. പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. അവഗണനയുടെ തീച്ചൂടിൽ വെള്ളിനേഴി പഞ്ചായത്തിലെ തെക്കേ പള്ളിയാലിൽ ലക്ഷം വീട് കോളനിക്കാർ. വേനൽ കടുത്തതോടെ കുടിവെള്ളമില്ലാതെ കുടുംബങ്ങൾ വലയുന്നു. പട്ടികവർഗ വിഭാഗക്കാരായിട്ടും അർഹമായ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലെന്ന് കോളനിക്കാർ. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണമെന്ന് SC/ST മോണിറ്ററിംഗ് കമ്മിറ്റി. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിൽ രക്തക്ഷാമം. ചൂട് കൂടിയതോടെ രക്തദാന ക്യാമ്പുകൾ കുറഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. രക്തം ദാനം ചെയ്യാൻ രാത്രി 8 മണിവരെ ബ്ലഡ് ബാങ്കിൽ സൗകര്യമൊരുക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.